ഹലോ ഗൈസ്, എൻ്റെ പേര് അച്ചു. വൈബ്സ് വേൾഡ് വിത്ത് അച്ചൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമ്മൾ ആഗസ്റ്റ് 8 എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് രാവിലെ ഫസ്റ്റ് പാട്ട് തുടങ്ങിയത് ഒരു മധുരക്കിനാവിൻ ലഹരിയിലെൻ്റെ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ പാട്ടെല്ലാം കഴിഞ്ഞ് എപ്പിസോഡിലെ ഫസ്റ്റ് പാട്ട് കഴിഞ്ഞു. പാട്ടെല്ലാം കഴിഞ്ഞു, എല്ലാവരും അകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ അനീഷിൻ്റെ പതിവ് ചൊറിച്ചിൽ. അനീഷിന് എന്താണ് ഇത്ര ചൊറിച്ചിലെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഭയങ്കര ചൊറിച്ചിൽ അനീഷിന്. അനീഷ് ഇന്ന് രേണുസുധീനെ പിടിച്ചത്. രേണുസുധി ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് അനീഷ് കണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ അനീഷിൻ്റെ വഴക്ക്. ഞാൻ കണ്ടു കണ്ണടച്ചിരുന്ന ഞാൻ കണ്ടു. ഇങ്ങനെ ഒരു കാര്യം തന്നെയും പിന്നെയും പറഞ്ഞ് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. അനീഷ് ഇങ്ങനെ ഒരു കാര്യം റിപ്പീറ്റ് അടിച്ച് പറയുമ്പോഴേ പുള്ളി ഇങ്ങനെ അതിന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് നമുക്ക് ഇതാവും. അപ്പോൾ ആ രീതിയിൽ അനീഷിൻ്റെ പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് രേണു ഒട്ടും മോശമല്ല. രേണു അതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ രേണു ശരിക്കും അതിനെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു രേണു. പിന്നെ അത് കഴിഞ്ഞ് അതിന് മുന്നേ രേണു ഇതിപ്പം നമ്മുടെ പാട്ടൊക്കെ കഴിഞ്ഞ് അതിന് മുന്നേ രേണു കണ്ണാടിയിൽ നിന്നൊരു കരച്ചിലിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കളെ മിസ് ചെയ്യുന്നു, കിച്ചുവിനെയും റിതപ്പനെയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രേണു രാവിലെ തന്നെ ഒരു കരച്ചിലുണ്ടായിരുന്നു. തത്തമ്മയോടൊക്കെ കരച്ചിലിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു അവരെ കാണണമെന്ന് തത്തമ്മയോടായിരുന്നു രേണു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തത്തമ്മ എന്നുള്ള വ്യാജേനയിൽ നമ്മളോടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞാൽ എല്ലാവരും കാണുമെന്നാണ് രേണു പറയുന്നത്. അതെങ്ങനെയാണ് ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞാൽ എല്ലാവരും കാണുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാവരും കുറ്റിയിട്ടിട്ടൊക്കെയല്ലേ ബാത്റൂമിൽ കയറുന്നത്. അതല്ല ഇപ്പോൾ ഇവിടെ ഇരുന്ന് കരയുമ്പോൾ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ആ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല രേണു പറഞ്ഞതിൻ്റെ. അങ്ങനെ രേണുവിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കരച്ചിലും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അനീഷിൻ്റെ പെർഫോമൻസ് തുടങ്ങിയത്. അനീഷിൻ്റെ പെർഫോമൻസിൽ അതും പറഞ്ഞ് കുറേ നേരം വഴക്കായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഒട്ടുമിക്ക ഭാഗവും തന്നെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു, ചുമ്മാ അടികളാണ് കണ്ടുകൊണ്ടിരിക്കുക, ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേരൊന്നും ഇപ്പോഴും ഗെയിം കളിക്കുന്നില്ല കേട്ടോ. അവർ കുറച്ച് പേര് ഈ ശൈത്യ, സരിക, പിന്നെ ആദില, നൂർ, അവർക്കൊന്നും പ്രത്യേകിച്ചൊരു നമുക്കൊരു കണ്ടന്റ് അവരെ കാണാവുന്ന രീതിയിലൊരു കണ്ടന്റ് കൊടുക്കുന്നില്ല. ശരിക്കും ഇച്ചിരി ചൊറിയനാണെങ്കിൽ അനീഷ് ഇങ്ങനെ ഈ സെയിം ഗെയിം തന്നെയാണെങ്കിൽ അനീഷ് ഇച്ചിരി ഗെയിം കളിക്കുന്നുണ്ട്. ഷാനവാസ്, പിന്നെ അക്ബർ, അഭിലാഷ്, അപ്പാനി, പിന്നെ അങ്ങനെ കുറച്ച് പേര് മാത്രം ഗെയിമിലോട്ട് നമുക്ക് കളിക്കുന്ന രീതിയിലോട്ട് തോന്നുള്ളൂ. ബാക്കി കുറച്ച് പേരൊന്നും ഗെയിമേ കളിക്കുന്നില്ല. ലാലേട്ടന് നാളെ വരുമ്പോഴത്തേനും അതവരോട് ചോദിക്കണം. സേഫ് ഗെയിം കളിക്കുന്നവരെയൊക്കെ പുറത്ത് കൊണ്ടുവരണം ലാലേട്ടൻ. അപ്പം അത് അങ്ങനെ രാവിലത്തെ ആ പരിപാടി അതങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നിരുന്നത് പണിപ്പുര ടാസ്ക് നടന്നായിരുന്നല്ലോ. പണിപ്പുര ടാസ്കിനകത്ത് ഈ പ്രാവശ്യം പങ്കെടുക്കുന്ന അക്ബർ മാത്രം, വീക്കിലി ടാസ്കിൽ ജയിച്ചത് അക്ബർ മാത്രമായിരുന്നു. അപ്പോൾ ആ അക്ബറിന് മാത്രമേ പണിപ്പുരയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അക്ബർ ആദ്യം ഓർത്തോണ്ട് ഡ്രസ്സൊക്കെ എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മറ്റേ നമ്മുടെ ആട്ടപ്പൊടിയുടെ ഒരു 5 കിലോയുടെ കവർ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു. ഇനി ഇത് മാത്രമേ നമ്മുടെ കയ്യിൽ കഴിക്കാനുള്ളൂ, വേറെ ഒരു സാധനമില്ല. എന്തെങ്കിലും അണിഞ്ഞൊരുങ്ങി പട്ടിണി ഇരിക്കുന്നതിലും ഭേദം ഡ്രസ്സുകൾ അണിഞ്ഞൊരുങ്ങാതെ ഫുഡ് കഴിച്ചിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അത് ബിഗ് ബോസ് പിന്നെ എടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടോ ബിന്നിയോട്. അപ്പോൾ ബിന്നി അങ്ങനെ അക്ബറിനോട് പറഞ്ഞു ഫുഡ് ഐറ്റംസ് എടുക്കണം. ഇവർ അരി, പച്ചക്കറി, അങ്ങനെ ആട്ട അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പണിപ്പുരയ്ക്കകത്ത് ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അക്ബറിൻ്റെ ഡ്രസ്സുകളും അക്ബറിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അയ്യോ, കഷ്ടം കിട്ടിയിട്ട് ഇവരുടെ അത്യാവശ്യം തന്നെ ഫുഡൊക്കെ തീർന്നു. ഇവരുടെ പിന്നെ ഫുഡുകളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒട്ടുമിക്ക ആൾക്കാരും തന്നെ പട്ടിണിയാന്നേ. പട്ടിണിയും നല്ല ഡ്രസ്സില്ല. മൊത്തത്തിൽ ശരിക്കും 7ന്റെ പണിയൊന്നും അല്ല, ഇതൊരു 200ൻ്റെയോ 207ൻ്റെയൊക്കെ പണി അവർക്ക് കൊടുത്തേക്കുന്നത്. നല്ല പണിയാട്ടോ. വേറെ സീസൺസിലൊന്നും അവർക്ക് ഫുഡിൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറവുണ്ട്, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഫുഡും ഇല്ല, ഡ്രസ്സും ഇല്ല, ഒരു സാധനവും ഇല്ല അവർക്ക്. പിന്നെ തൊടുന്ന പണിയിലോട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് പിന്നെ അക്ബർ പണിപ്പുരപ്പോൾ 500 സംതിങ് പോയിന്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. ആ പ്രൈസിനുള്ള സാധനമാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പം അക്ബറിനോട് ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ടോ കണ്ണിൽ മിന്നലടിച്ചാൽ കുഴപ്പമുണ്ടെന്ന്. അക്ബറിന് മനസ്സിലായി എന്തോ പണി അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന്.
അതിനകത്ത് അക്ബർ കയറി ചെല്ലുമ്പോഴത്തേട്ട് ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് ഇങ്ങനെ ലൈറ്റ് ഇടുകയും നിർത്തുകയും ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അക്ബർ കൈ കിട്ടിയ സാധനം കുറച്ച് സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുറത്ത് കൊണ്ട് വെച്ചിരിക്കുന്ന ട്രേ കൊണ്ടിട്ടു. അത് 600 സംതിങ് രൂപയുടെ സാധനം ഉണ്ടായിരുന്നു. അവിടെ അനീഷിന്റെ ചൊറിച്ചിൽ തീർന്നില്ല കേട്ടോ. അവിടെ അനീഷ് ഭയങ്കരമായിട്ട് 600 സംതിങ് രൂപയുടെ സാധനം എടുത്തു. അപ്പം ബിഗ് ബോസ് കൊടുത്ത പൈസക്കാളും 190 രൂപയുടെ കൂടുതൽ സാധനം അക്ബർ എടുത്തോണ്ട് വന്നത്. അനീഷ് പറഞ്ഞു, അനീഷിന്റെ അഭിപ്രായമായിട്ട് വേണം അനീഷിന് അത് പറയാം. ഇത് ബിഗ് ബോസ് തരത്തില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ അനീഷിന് പറയാം. പക്ഷെ അനീഷ് എന്ത് ചെയ്തെന്ന് അറിയാവോ? അനീഷ് ബിഗ് ബോസ് ഇത് ഇവർക്ക് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് വീട്ടുകാർക്കെല്ലാം കൂടെ കാലി തുള്ളി ഇങ്ങ് വന്നില്ല. എല്ലാവരോടും ഇങ്ങ് വന്ന് നീ എന്താടാ ഈ പറയുന്നത്, നീ ഇങ്ങനെ പറഞ്ഞില്ലേടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അനീഷിനെ മെക്കിട്ട് എല്ലാവരും ചെന്നോ. കാരണം അത്രയ്ക്ക് പട്ടിണി പിടിച്ച് വിശന്ന് മെഴുക്കി അതുങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പം അനീഷിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് കിട്ടി അനീഷിനൂടെ അല്ലേ കഴിക്കുന്നത്. എന്നിട്ട് അക്ബർ ഈ എടുത്തോണ്ടുന്ന ഫുഡ് ഐറ്റംസ് അനീഷും കഴിച്ചെന്ന് ഓർക്കണം. അനീഷ് കഴിക്കാതെ ഇത്രയും പറച്ചിലൊക്കെ നടത്തിയിട്ട് അനീഷ് അത് കഴിക്കാനും ചെന്നു. അപ്പോൾ ഇത്ര ഇതുള്ള ആൾ കഴിക്കാൻ ചെല്ലരുതായിരുന്നു. അത് കഴിക്കുന്നതിനല്ല, പക്ഷെ അവർക്ക് ഫുഡ് പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ ഇതിലേ അങ്ങനെ പറയേണ്ട കാര്യം സത്യത്തിൽ അനീഷിന് ഇല്ല. പണിപ്പുര ടാസ്ക് എല്ലാം കഴിഞ്ഞ് പിന്നെ വന്ന് ബിൻസി, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്ന ക്യാപ്റ്റനായിരുന്ന നമ്മുടെ ഷാനവാസ് ആട്ടോ. ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം, ഒരു റൗണ്ട് വെച്ചിട്ടുണ്ട്. ആ റൗണ്ടിനകത്ത് ഈ റൗണ്ടിന് 3 സൈഡിലായിട്ട് 3 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിലും ഇവരുടെ ബിന്നിയുടെയും അഭിലാഷിന്റെ ഷാനവാസിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഇങ്ങനെ എന്നതാ ഈ ഇവർ കമ്പ് പോലെ സാധനം കൊടുത്തിട്ടുണ്ട്. ആ സാധനം ഇങ്ങനെ അടിച്ച് ഏത് ഫോട്ടോയാണ് ആദ്യം താഴെ വീഴുന്നത് അവർ ക്യാപ്റ്റൻ ആവുന്നത്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കറക്കണം, ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇവർ നിൽക്കുന്ന സാധനം ഇങ്ങനെ കറക്കണം. അത് ആദ്യം അനീഷിനെ ഏൽപ്പിച്ചു. അനീഷാണല്ലോ ക്യാപ്റ്റൻ. അങ്ങനെ അനീഷിനെ ഏൽപ്പിച്ച് അനീഷ് ഈ സാധനം എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം ഫ്രണ്ടിലോട്ട് കറക്കി, പിന്നെ അത് പുറകോട്ട് കയറിയപ്പോഴത്തേന് ഷാനവാസ മറിഞ്ഞ താഴെ വീണ്. അതിന് എല്ലാവരും കൂടെ ഹെവിന് ബുദ്ധിയില്ലേ, മുൻഷിയുള്ള ആൾക്കാരെ വിളിച്ചങ്ങോട്ട് കൊണ്ട് കറക്കാൻ പാടില്ല എന്നൊക്കെ മുൻഷിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് എല്ലാവരും പെരക്കകത്ത് ലിവിംഗ് റൂമിൽ ഇരുത്തി പിന്നെ അതെല്ലാം ശരിയാക്കി അങ്ങനെ ടാസ്ക് നടന്നു. ആ ടാസ്കിൽ ജയിച്ചിരുന്നത് ഷാനവാസ. പിന്നെ ജയിൽ നോമിനേഷനാണ് നടന്നത്. പിന്നെ ജയിൽ നോമിനേഷനകത്ത് അപ്പാനിയും നമ്മുടെ അനുമോളും ജയിലിനകത്ത് വഹിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ഇവനില്ലേ നമ്മുടെ അനീഷ് നടന്നപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, നിന്നെ ഞാൻ വന്ന് അടിക്കൂടാ, നീ നിനക്ക് അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനിക്കാണോ അനീഷിനെ കണ്ണെടുത്ത കാണുന്ന ഇഷ്ടമല്ല. അത്രയ്ക്ക് ഇറിറ്റേഷൻ അനീഷിനെ കാണുമ്പോൾ. അപ്പോൾ അവർ തമ്മിൽ ഒരു വാക്ക് ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് ഇതറിഞ്ഞിട്ട് ശരിക്കും കളിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നോമിനേഷനാണ് കൊടുത്തത്. ഇങ്ങനെ വഴക്കെല്ലാം കഴിഞ്ഞ് അടുത്ത നോമിനേഷൻ വന്നു. നോമിനേഷനകത്ത് ഒരു പവർ കൊടുത്തു, ക്യാപ്റ്റനെ നേരിട്ട് ഒരാളെ ജയിൽ നോമിനേറ്റ് ചെയ്യാം. ഇപ്പം ക്യാപ്റ്റനെ ആരെ നോമിനേറ്റ് ചെയ്യുന്നത്? അപ്പാനീനെ നോമിനേറ്റ് ചെയ്തു. അപ്പം അപ്പാനി പറയും, എനിക്കറിയായിരുന്നു അവൻ എന്നെ തന്നെ നോമിനേറ്റ് ചെയ്യുള്ളൂ എനിക്കറിയായിരുന്നെന്ന് അപ്പാനി പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസോടെ അനുമോളെയും നോമിനേറ്റ് ചെയ്ത് അങ്ങനെ ഇവർ അനുമോളും അപ്പാനിയും കൂടെ ജയിലിൽ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും ബിൻസിയും നിവിനോടെ വഴക്ക്. നിവിൻ ബിൻസിനെ ജയിൽ നോമിനേഷൻ ചെയ്തായിരുന്നു. അതെന്തിനാ ജയിൽ നോമിനേഷൻ ചോദിച്ചോ പെറുക്കി. പിന്നെ അതും പറഞ്ഞുകൊണ്ട് മുട്ടനടിയായിരുന്നു. ബിൻസി കുറേ ആവശ്യമില്ലാണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ നിവിൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് എടി പോടാന്ന് വിളിക്കും, നീ എടി എന്ന് വിളിക്കുന്നിട്ട് എടാന്നൊക്കെ ബിൻസ് തന്നെ നിവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി ഓവറായിപ്പോയി ബിൻസ്, അതിൽ ഇച്ചിരി ഓവറായിപ്പോയി. അത്രയും പറയേണ്ട കാര്യമില്ലായിരുന്നു. നീ കോമാളിയെ പോലെ ഫാഷൻ കളിക്കാനാണ് വന്നേക്കുന്നത്, ഞാൻ അതിനല്ല വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇച്ചിരി ഓവറപ്പായി ബിൻസി. ഒരു മിനിമത്തിൽ നിന്ന് വഴക്ക് എന്നുള്ള രീതിയിൽ മിനിമത്തിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ. അത്രയൊന്നും നിവിനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ നിവിനെ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അപ്പം നിവിൻ്റെ ചെറിയ കോമഡികളൊക്കെ ഇപ്പം ചെറുത് കേൾക്കാനൊക്കെ ഒരു രസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്താ പറയുന്നത്, അനുമോളിപ്പം കരച്ചിൽ അനുമോള് കുത്തകയായിട്ട് എടുത്തേക്കുമെന്ന് തോന്നുന്നു. ആര്യൻ മിഡിൽ ഫിംഗർ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കായിരുന്നു. അത് ഇന്നലെ എങ്ങാണ്ട് കാണിച്ച അന്ന് പറയാണ്ട് ഇപ്പോഴും അനുമോൾ അതും പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. നമ്മുടെ സാറ്റ് കളിക്കുമ്പോൾ ഭിത്തിയിൽ ഇങ്ങനെ പോയി നിൽക്കൂലേ എണ്ണാനായിട്ട് അങ്ങനെ നിന്നുകൊണ്ട് അനുമോള് കരയുന്നുണ്ടായിരുന്നു. അന്നയും കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജയിലിൽ പോയി കഴിഞ്ഞ് അനീഷ് ഏതാണ്ട് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ജസേലിൻ്റെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ കാണിച്ചില്ലേ, അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് പറഞ്ഞുകൊണ്ട് അവിടെയും കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അനുമോള് മൊത്തം കരച്ചിലായിരുന്നു. പിന്നെ ഒരു വഴക്കുണ്ടായിരുന്നത് നമ്മുടെ ഒനിയനും
രനയും കൂടിയായിരുന്നു വഴക്കുണ്ടായത്. അത് രന അങ്ങോട്ട് ചെന്ന് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കിയത്. ആ ഒനിയനും ജസയിലും കൂടെ ആലു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് ഉണ്ടാക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അവരത് ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി ഒരു റോള് കൊടുത്തു, അത് പരത്തി പിന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അതും പറഞ്ഞുകൊണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഒനിയൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടോ ഇതിൽ. അപ്പം അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ ലാസ്റ്റ് കിടന്ന് കരയുന്ന, ഒരു ഫുഡ് പോലും എനിക്ക് തന്നില്ല, എനിക്ക് കണക്ക് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. കുറെ അതും രനയുടെ കയ്യിലെ മിസ്റ്റേക്ക്, കണ്ടന്റ് ഉണ്ടാക്കാൻ പോയതാ. അപ്പൊ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം അടിയും വഴക്കും കാണാനൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. അടുത്ത ആഴ്ചത്തെ വീക്കിലി ടാസ്കിലും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന നല്ല വീക്കിലി ടാസ്ക് കൊടുക്കണം കേട്ടോ. ഇപ്രാവശ്യത്തെ കുറേ നേരം റെസ്റ്റ് എടുത്ത് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക്. അടുത്ത ആഴ്ച വരുമ്പോൾ നല്ല വീക്കിലി ടാസ്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. ലാലേട്ടന് ഇനിയിപ്പോൾ ഇതൊക്കെ ചോദിക്കുമായിരിക്കും. അനീഷിനെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, ഇങ്ങനെ എപ്പോഴും ഈ ചൊറിച്ചിൽ സ്വഭാവം ഇച്ചിരി കൂടെ ഒന്ന് ഇൻട്രസ്റ്റ് ആക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനീഷിനെ ഒന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്യുവാൻ നല്ലതായിരുന്നു. കുഴപ്പമില്ല, അനീഷ് ലൈവിലൊക്കെ അനീഷുള്ള കാരണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ ചൊറിഞ്ഞ് ചെല്ലുന്നത് രസമുണ്ട്. അനീഷ് നമ്മുടെ ഷാനവാസിനെ മാത്രമേ അനീഷിനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കാൻ പറ്റുള്ളൂ. ബാക്കി ആരുടെ അടുത്തൊന്നാലും അനീഷ് അങ്ങനെ ഇളകൂല. അപ്പം അങ്ങനെ അനീഷിന് ഗെയിം ഏകദേശം വിജയം കേട്ടോ. നമ്മളൊക്കെ തന്നെയാണ് അനീഷിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ പോയി. ഇനിയിപ്പോൾ നാളെയുള്ള ലൈവ് അപ്ഡേഷനൊക്കെ, നാളെ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ അത് കാരണം നാളെ കിട്ടുന്ന ലൈവ് അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ജയിലിൽ കിടക്കുന്നവർക്ക് ബിഗ് ബോസ് പണി കൊടുത്തിരുന്നത് ചപ്പാത്തി ത്രികോണത്തിലും വട്ടത്തിലും ചതുരത്തിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാനാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ലൈവ് കണ്ടപ്പോൾ അവർ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസ് അത്രയും തന്നെ എങ്ങാണ്ടോ 25 എങ്ങാണ്ട് പിന്നെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ജയിലിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. അപ്പാനിയും അനുവും കൂടെ ബഷീറും നാരായണിയൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് വലിയ രസമൊന്നുമില്ലായിരുന്നു കാണാൻ. എന്നാലും അവർ പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പണി എന്തായാലും ജയിലിലാണ്. കഴിഞ്ഞ ജയിലൊന്നും വലിയ പണികളൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ജയിലിലൊക്കെ നല്ല പണികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ്. ഇനി ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ട് ഞാൻ ഉടനെ വരാം. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ടാറ്റാ.